അടിസക്കേ പനിക്കാരനാണ്. രാവിലെ നിലപ്പിനെ വിളിച്ചുകൊണ്ട് സമാധാനം തേടി യാത്ര ചെയ്തു. അത്ര സമാധാനം കുറവൊന്നും ഇല്ലാത്തതുകൊണ്ടല്ല കേട്ടാ. പൊയ്യനെ ആസ്വദിക്കാനായിട്ട് രാവിലെ തന്നെ പോകുമ്പോൾ വേറൊരു വൈബാണ്. ഓനാണെങ്കിൽ കിടക്കപ്പായി നിന്നിട്ട് പല്ലൂരും തേക്കാതെ എൻ്റെ കൂടെ വന്നു. നല്ല നൻപൻ പൊയ്യനെ രാവിലെ തന്നെ കാണാൻ വളരെ ഭംഗിയായിട്ട് അധികം സുന്ദരിയായിട്ട് തന്നെയാണ് പോയി നിൽക്കണേ. ഇന്ന് ബലിപ്പെരുന്നാളായതുകൊണ്ട് ശാന്തം എടുക്കണം. അപ്പോൾ എല്ലാവർക്കും പെരുന്നാൾ ആശംസകൾ. ഇവിടെ അധികം മുസ്ലിംസിലേട്ടാ. കൊടുങ്ങല്ലൂർക്ക് മാർക്കുമ്പോൾ ഒരുപാട് മുസ്ലിംസിനെ കാണാം. എനിക്ക് ഒരുപാട് ഫ്രണ്ട്സ് ഉണ്ട് മുസ്ലിംസിൽ. അവരുടെ വൈബ് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. പിന്നെ അവരുടെ ഫുഡ് പത്തിരി, തേങ്ങാപ്പാല്, നെയ്ച്ചോറ്, ബീഫ്, അതൊക്കെ അടിപൊളിയാണ്. ഡിഗ്രിക്ക് ബീച്ചിങ്സ് പഠിക്കുന്ന സമയത്ത് കുറെ മുസ്ലിം ഫ്രണ്ട്സ് ഉള്ളതുകൊണ്ട് അവർ വീട്ടിൽ കൊണ്ടുപോകും. അവർ വീട്ടിൽ റൂം ഉണ്ടാക്കുന്ന ഫുഡൊക്കെ കഴിക്കാൻ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അതുകൊണ്ട് ഞാൻ കാത്തിരിക്കാറുണ്ട് കേട്ടോ, വെയിറ്റ് ചെയ്ത് പെരുന്നാളൊക്കെ ആവാൻ വേണ്ടി. അപ്പോൾ ഇന്ന് രാവിലെ ദിവസം ആയതുകൊണ്ട് വണ്ടി എടുത്ത് പുറത്തേക്ക് ഇറങ്ങിയതാണ്. സമാധാനം, നല്ലൊരു മഴയൊക്കെ പെയ്ത് കിടക്കുന്നതുകൊണ്ട് പ്രകൃതി നല്ല ഭംഗിയായിട്ടിരിക്കുകയായിരുന്നു. അതേപോലെ ഞങ്ങൾ ഇപ്പോൾ പോണത് കണ്ടാൽ മനസ്സിലായിരിക്കും, നമ്മുടെ കോട്ടപ്പുറം ചന്തയുടെ വഴി കൂടെ. ഇത് എല്ലാവർക്കും അറിയുന്ന സ്ഥലം തന്നെയാണ് കോട്ടപ്പുറം ചന്തയും മുസ്ലിസ്. ഈ ലൊക്കേഷൻ എന്തായാലും നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. സിനിമയിലൊക്കെ വേറെയായിട്ടുള്ള ലൊക്കേഷൻ ആയതുകൊണ്ട് എല്ലാവർക്കും അറിയുന്ന സ്ഥലമാണ്. വൈകുന്നേര സമയങ്ങളാണ് ഈ മുസ്ലിസിൽ ഒരുപാട് ആൾക്കാരുണ്ടാവും. പക്ഷേ രാവിലെ പോകുമ്പോൾ വേറൊരു പ്രത്യേക വൈബാണെന്ന് എനിക്കറിയാം. കാരണം ഞങ്ങൾ ഇടയ്ക്ക് ഇങ്ങനെ രാവിലെയൊക്കെ പോയി ഇവിടെ ഇരിക്കാറുണ്ട്. അതേപോലെ ഇരുന്ന് വർത്താനൊക്കെ പറയാനും അതേപോലെ ഇവിടുത്തെ കാഴ്ചകൾ കാണാനൊക്കെ അടിപൊളിയാണ്. ശരിക്കും രാവിലെ നടക്കാനായിട്ട് ആൾക്കാരൊക്കെ ഉണ്ടാവും. പക്ഷേ ഇന്ന് മഴ പെയ്തുകൊണ്ടാണെന്ന് ആൾക്കാർ വളരെ കുറവായി. അമ്മ വീട് കോട്ടപ്പുറമായതുകൊണ്ട് ഇതിനോട് ഭയങ്കര ബന്ധമുണ്ട് എനിക്ക്. അതേപോലെ തന്നെ ഇവിടെ ഒരുപാട് ചരിത്രം ഇറങ്ങണ മണ്ണാണ്ട് ഞങ്ങളുടെ കോട്ടപ്പുറം. ഒരുപാട് നേരം സ്പെൻഡ് ചെയ്യാനും അതേപോലെ ഒരുപാട് നേരം ഇരുന്ന് വർത്താനം പറയാനും ഫാമിലി ആയിട്ട് വരാനൊക്കെ പറ്റിയൊരു സ്ഥലമുണ്ട് മുസ്ലിസിൽ. വൈകുന്നേരം ആകുമ്പോൾ നല്ല തിരക്കാവട്ടെ. അതേപോലെ തന്നെ ഇവിടെ ഒരുപാട് ഫുഡ് സ്പോട്ടുകളുണ്ട്. ഇവിടെ ഫ്രണ്ടിൽ തന്നെ ഒരു ചായക്കട ഉണ്ട്. ചായയും അതിൻ്റെ കൂടെ ഒരു പത്തിരിയും. അതാണ് രാവിലെ. വൈകുന്നേരം ആകുമ്പോൾ നല്ല കടികളൊക്കെ വരും. പക്ഷേ വേറെ ലെവലാണ്. അതേപോലെ തന്നെ ഗൂഗിൾ പേ ഇല്ല, അത് ഓർക്കണേ. മഴ പെയ്ത് കിടക്കുന്നതുകൊണ്ട് നല്ല ഭംഗിയായിരുന്നിട്ട് കാണാനായിട്ട്. എന്ത് രസമായിരുന്നു. അതേപോലെ തന്നെ നല്ല രീതിയിൽ നോക്കി കണ്ട് നടന്നിട്ട് തെറ്റടിച്ച് വീഴുന്ന ഉറപ്പാണ്. ഇവിടെ നോക്കി കഴിഞ്ഞാൽ എറണാകുളം ജില്ല കൂടി കാണാം. കാരണം ഇത് തൃശ്ശൂർ ജില്ല, അത് എറണാകുളം ജില്ല. രണ്ടും ബോർഡറിന്റെ ഇടയിലാണ് ഞങ്ങളുടെ വീട് വരുന്നത്. മുസ്ലിസിൽ പ്രത്യേക ഭംഗിയായതുകൊണ്ട് കാണാൻ നല്ല ചേലാണ്. കായലാൽ ചുറ്റപ്പെട്ട നാടായതുകൊണ്ട് ആ കായലിന്റെ ഭംഗി വേറെ ലെവലാണ്. ഇപ്പൊ ഈ കാണുന്ന പോലെയല്ല മുസ്ലിസിന്റെ. വൈകുന്നേരമൊക്കെ ആകുമ്പോൾ തിരക്കണ്ടല്ലോ, അടുക്കാനൂടി പറ്റൂല, അമ്മാതിരി തിരക്കാണ്. പക്ഷെ എന്നാലും വന്നിരിക്കാനും പീസ്ഫുൾ ആയിട്ട് വർത്താനൊക്കെ പറയാനും പറ്റിയൊരു സ്ഥലമുണ്ട്. ഈ വീട് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും, ഭയങ്കര ഫേമസ് ആണ്. നമ്മുടെ ഒരു ഫ്രണ്ടിന്റെ കൂടി വീടാണ് ഇത്. അപ്പോൾ ഒരുപാട് കഥകൾ പറഞ്ഞ നാടാണ്, മനസ്സിലായില്ല കോട്ടപ്പുറം. അതേപോലെ ഒരുപാട് കാര്യങ്ങൾ നടന്ന നാടാണ് മുസ്ലിസ്. അവർക്ക് അവരുടെ നാട് പ്രത്യേക ഭംഗിയായിരിക്കും. എനിക്ക് എന്റെ നാട് ഇത്രത്തോളം ഭംഗി കൂടി പറയാൻ അറിയില്ല. എന്താണെന്നറിയില്ല, എന്റെ നാടിനെ പറ്റി പറയുമ്പോൾ എനിക്ക് ഭയങ്കര അഭിമാനമുണ്ട്. കാരണം ഇവിടെ ഒരുപാട് കാര്യങ്ങളുണ്ട്. അതേപോലെ ഒരുപാട് കാര്യങ്ങൾ ചെയ്ത് വെച്ചിട്ടുണ്ട്. പിള്ളേർക്ക് വന്ന് എൻജോയ് ചെയ്യാനും അതൊരു ഫാമിലീസിന് വർത്താനം പറയാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ നല്ലൊരു കിടില സ്പോട്ടാണ് മുസ്ലിംസ്. ഞാൻ എപ്പോഴും വരാറുണ്ട്, ഇന്നും വന്ന് ഇനിയും വരും. അപ്പൊ നിങ്ങളും വരാൻ ആസ്വദിക്കുക മുസ്ലിംസിന്റെ ഓരോ ഭംഗിയും അതിൻ്റെതായ രീതികളും. പിന്നെ ഒരു കാര്യം പറയാനുള്ളത്, മുതലെടുക്കരുത് സജി. എപ്പോഴും ശാന്തവും സമാധാനമായിട്ട് പോണ നാടാണ് കോട്ടപ്പുറം. നിങ്ങൾ വരാ ആസ്വദിക്കാൻ പോവാ. അപ്പൊ പഞ്ഞിക്കാരൻ പോണേ സുലാൻ.